നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് നമ്മൾ വീണ്ടും ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് വരികയാണ്. ആവേശമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരകോടിയിലേക്ക് എത്തുന്ന ആവേശമാണ്. ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗ് നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. 5 ദിവസങ്ങളാണ് മാച്ച് ഡേ 1 ഇനി ബാക്കിയുള്ളത്. ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. 36 ടീമുകൾ ഇത്തവണ കളിക്കുന്നുണ്ട് എന്നും മാത്രമല്ല 36 ടീമുകൾ ഉൾക്കൊള്ളുന്ന ഒറ്റ ലീഗാണ്. ഒരു ടീമിന് 8 ടീമുകളോട് മത്സരവുമുണ്ട്. അപ്പോൾ മുമ്പത്തെ ഗ്രൂപ്പ് സ്റ്റേജ് ഇനിയില്ല, ലീഗ് ഫേസാണുള്ളത്. മാച്ച് ഡേ 1 നടക്കുന്ന മത്സരങ്ങൾ നമ്മൾ നോക്കാം. കിടിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് മാച്ച് ഡേ 1 തന്നെ വരുന്നുണ്ട്. മിലാനും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയും ഇൻ്റർ മിലാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അറ്റ്ലാന്റയും ആഴ്സണലും തമ്മിൽ കളിയുണ്ട്. മൊണോക്കോയും ബാഴ്സലോണയും തമ്മിൽ കളിക്കുന്നു. അങ്ങനെ സൂപ്പർ പോരാട്ടങ്ങളാണ് തുടക്കം മുതൽ. അതാണ് ഈ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൻ്റെ ഒരു പ്രത്യേകത. മാച്ച് ഡേ 1 ഇതാ ചൊവ്വാഴ്ച തന്നെ നമ്മുടെ മുന്നിലേക്ക് കളിയെത്തുന്നു. ചൊവ്വാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10:15 യുവൻറ്റസും PSV ഐന്തോവനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതേ സമയത്തിന് യങ് ബോയ്സും ആസ്റ്റൺ വില്ലയും തമ്മിൽ കളിയുണ്ട്. അന്ന് രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് സെപ്റ്റംബർ 18 ബുധനാഴ്ച പുലർച്ചെ 12:30 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സമയത്ത് റയൽ മാഡ്രിഡും VfB സ്റ്റുട്ട്ഗർട്ടും തമ്മിൽ കളിക്കുന്നു. ബയേൺ മ്യൂണിക്കിൻ്റെ എതിരാളികൾ ഡൈനാമോ സഗ്രെബ്, സ്പോർട്ടിങ്ങിൻ്റെ എതിരാളികൾ ലില്ലി OSC, AC മിലാൻ്റെ എതിരാളികൾ ലിവർപൂളാണ്. മിലാൻ്റെ മൈതാനത്താണ് കളി. പഴയ പോലെ ഹോം ആൻഡ് അവേ സിസ്റ്റം ഗ്രൂപ്പ് സ്റ്റേജിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മിലാൻ നേരിടാൻ ലിവർപൂൾ മിലാനിലേക്ക് പോകണം. പിന്നെ അടുത്ത ദിവസം 10:15 സെപ്റ്റംബർ 18 രാത്രി 10:15 ബൊലോഞ്ഞ വേഴ്സസ് ഷാക്തർ ഡൊണസ്ക് പോരാട്ടം. അതേസമയത്ത് തന്നെ സ്പാർട്ടാസ് പ്രാഹ വേഴ്സസ് RB ലീപ്സിഗ് പോരാട്ടം. അന്ന് രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് സെപ്റ്റംബർ 19 വ്യാഴാഴ്ച പുലർച്ചെ 12:30 PSG ജിറോണയുമായിട്ട് കളിക്കുന്നു. മറ്റൊരു കിടിലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നർത്ഥം. ക്ലബ് ബ്രൂഗെ ഡോട്ട്മുണ്ടുമായിട്ട് കളിക്കുന്നു. സെൽറ്റിക്കും സ്ലോവൻ ബ്രാസ്റ്റിസ്ലാവയും തമ്മിലുള്ള കളിയും അതേ സമയത്ത് തന്നെയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ ഇൻ്റർ മിലാൻ സിറ്റിയുടെ മൈതാനത്താണ് ആ കളി നടക്കുന്നത്. ആ മത്സരവും സെപ്റ്റംബർ 19 പുലർച്ചെ 12:30 പിന്നീട് അടുത്ത രാത്രി സെപ്റ്റംബർ 19 രാത്രി 10:15 ക്രൗനാസെസ്തക്കെതിരെ ബെൻഫിക്ക കളിക്കുന്നു. അതായത് റെഡ് സ്റ്റാർ ബെൽഗ്രേഡും ബെൻഫിക്കയും തമ്മിലുള്ള മത്സരം. അതേസമയത്ത് തന്നെ ഫെയനൂർദും ബയർ ലെവർക്യൂസനും തമ്മിൽ കളിക്കുന്നു. അന്ന് 12:30 എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ 12:30 ബ്രസ്റ്റും SK സ്റ്റേം ഗ്രാസും തമ്മിലുള്ള കളിയുണ്ട്. അതേ സമയത്താണ് അറ്റലാന്റ ആഴ്സണലുമായിട്ട് കളിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് RB ലീപ്സിഗ് പോരാട്ടവും മൊണോക്കോ വേഴ്സസ് FC ബാഴ്സലോണ പോരാട്ടവും വെള്ളിയാഴ്ച പുലർച്ചെ 12:30 നടക്കും. ചുരുക്കത്തിൽ നമ്മുടെ മുന്നിലേക്ക് തീ പറക്കുന്ന പോരാട്ടങ്ങൾ ഇങ്ങെത്തുകയായി. ഇത്തവണ മുതൽ പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പൊളിച്ചെടുക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.